കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കാനുള്ള കേന്ദ്ര നീക്കം ചെറുക്കണമെന്ന് കേരള എൻജിഒ യൂണിയൻ. ഇത് സംബന്ധിച്ച് കേരള എൻജിഒ യൂണിയൻ ചേർത്തല ഏരിയ കമ്മിറ്റി പ്രമേയം പാസാക്കി. പൊതുമേഖലയെ സംരക്ഷിച്ചും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയും സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തിയും രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നതിനുള്ള സംഘടിത ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിധം അനുവദിക്കാതെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുന്നതിനാണ് കേന്ദ്ര ഭരണകൂടം ശ്രമിക്കുന്നത്. ഈ നയങ്ങൾക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിൽ അണിചേരണമെന്ന് എൻജിഒ യൂണിയൻ ചേർത്തല ഏരിയ 61ാം വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചേർത്തല NSS ഹരിയോങ്കാൽ ചേർന്ന സമ്മേളനം എൻജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് M. അരുൺ അധ്യക്ഷത വഹിച്ചു. R. ബൈജു രക്തസാക്ഷി പ്രമേയവും CT സനിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി S. ജോഷി പ്രവർത്തന റിപ്പോർട്ടറും ട്രഷറർ P. രേഖ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭാരവാഹികളായി M. അരുൺ പ്രസിഡന്റായും PG ജീന, A. നവാസ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരുമായും, S. ജോഷി സെക്രട്ടറിയായും, P. ലേഖ, A. സുമീർ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും, KJ സുനീഷ് ട്രഷററായുമുള്ള പുതിയ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ നയം നടപ്പിലാക്കി. എന്താ കോൺഗ്രസിന്റെ നയം നടപ്പിലാക്കിയത്? 2012 സെപ്റ്റംബർ 6-ാം തീയതി ലോക്സഭയിലും 9-ാം തീയതി രാജ്യസഭയിലും PFRDA ബില്ല് അവതരിപ്പിച്ചു പാസാക്കി. അവിടെ BJPയും കോൺഗ്രസും ഒരുമിച്ച് കൈവക്കി ആ നിയമം നിയമമാക്കി. ഇടതുപക്ഷ പാർട്ടികളും ഏതാനും പ്രാദേശിക പാർട്ടികളും ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ എംപിമാരും ആ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. അങ്ങനെ 2012 സെപ്റ്റംബർ മാസം 18-ാം തീയതി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടതോടുകൂടി PFRDA ബില്ല് നിയമമായി മാറി. ആ ഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ തീരുമാനവുമായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയത് എന്ന് നമുക്ക്